ബന്ധം ഛിദ്രമാകുന്നതിൽ നിന്ന് ഭദ്രമാകുന്നതിലേക്ക് കൊണ്ടുപോവാം. അസതോമാ സദ്ഗമയ. സനാതന ധർമ്മത്തില് അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും വരുന്നതിൽ നിന്ന് സദാചാരങ്ങളും സദ്വിശ്വാസങ്ങളിലേക്കും ധർമ്മത്തെ കൊണ്ടുപോവുക. രാഷ്ട്രത്തെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോവുക. അസതോമാ സദ്ഗമയ. ഫ്രം ബാഡ് ടു ഗുഡ്. My mind, my body, my family, my society and my nation sustainable and permanent നന്മയിലേക്ക് എനിക്ക് കൊണ്ടുപോവാൻ സാധിച്ചാൽ അതല്ലേ ആ വേദത്തിന്റെ ചെറിയ വരി? അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ. എന്റെ കൂട്ടത്തില് ഇരുട്ടത്ത് നടക്കുന്നവരുണ്ട്. ഞാനും ഭാഗികമായിട്ട് ഇരുട്ടിൽ നടക്കുന്നു. എന്റെ കുടുംബാംഗങ്ങളും ഇരുട്ടിൽ നടക്കുന്നു. പലരും ഇരുട്ടിൽ നടക്കുന്നു. അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോവാൻ എനിക്കും നിങ്ങൾക്കും 3% of our time, 3% of our energy, 3% of our monthly income. പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? 3% സമയം, 3% ഊർജം, 3% മാസ വരുമാനം എന്റെ സഹപ്രവർത്തകര്, കൂട്ടത്തിലുള്ളവര്, വേദനിക്കുന്നവര്, വിശക്കുന്നവര്, അനാഥര്, വൃദ്ധര്, രോഗികള്, ഇവരെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാനും നിങ്ങളും ശ്രമിച്ചാൽ വേദത്തിന്റെ സന്ദേശത്തില് എത്ര ഉജ്ജ്വലമായ അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയാണ് ഉള്ളത് എന്ന് നോക്കാം. പുരാണത്തിൽ നിന്ന്, മഹാഭാരതത്തിൽ നിന്ന്, രാമായണത്തിൽ നിന്ന് വേദത്തിലേക്ക് എത്തുമ്പോൾ സന്ദേശങ്ങൾ മാത്രമാണ് ഉള്ളത്. ഭദ്രം കർണേഭി ശൃണുയാമ ദേവ അസ്മാകം കർണേഭിഹി ഹേ ദേവ ഭദ്രമേവ ശൃണുയാമ. ഞങ്ങളുടെ ചെവികളിലൂടെ ഈശ്വര നന്മ നിറഞ്ഞത് കേൾക്കുവാൻ ഇടവരുത്തേണമേ. എന്ത് രസ! നന്മകൾ ഇങ്ങനെ കേൾക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ഭഗവത്ഗീതയിലെ ഒരു വരി ഞാൻ പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ. എപ്പോഴെങ്കിലൊക്കെ തലക്കനം, അഹങ്കാരം, അസൂയ, വാശി, പക, വിദ്വേഷം ഇതൊക്കെ വരുമ്പോ ഇടയ്ക്കൊന്ന് ഓർക്ക. നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ. ചെറിയൊരു വരിയ, അത് ഓർത്താൽ ഉറപ്പാ ഹോർലിക്സ് കുടിക്കുന്ന എഫക്റ്റാ. നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ. നീ ഒരു ഉപകരണമായി തീരുക അർജുന. അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക. ഐ ആം എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഒംനിപൊട്ടന്റ്, ഒംനിപ്രസന്റ് ഡിവൈൻ പവർ. ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ മുമ്പില് ഞാനൊരു ഉപകരണം മാത്രം, ഞാനൊരു ഉപകരണം മാത്രം. ഒന്നുകൂടി ഇടയ്ക്ക് ഞാൻ പറയാം, ഗോപാലകൃഷ്ണൻ ജീവിതത്തിൽ പകർത്താത്തത് ഈ സദസ്സിൽ പറഞ്ഞിട്ടില്ല. ഒരു പ്രഭാഷണത്തിന് വേണ്ടിയല്ല പ്രഭാഷണം പറയുന്നത്, ഈ പ്രഭാഷണത്തിലെ ക്ലാസ് എടുക്കുന്നത്. അത് ഉറപ്പിച്ചു പറയാം. അത് ഞാൻ ഇവിടെ പറയാൻ കാരണം 3 ക്യാമറയിലൂടെ അത് എന്നുമെന്നും ജനങ്ങൾക്ക് തിരിച്ചു ചോദിക്കാൻ, താൻ ജീവിതത്തിൽ പകർത്താത്തതല്ലേ പറഞ്ഞത് എന്ന് തിരിച്ചു ചോദിക്കാൻ അവസരം ഉണ്ടാക്കാൻ വേണ്ടിയ ക്യാമറ 3 വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഭദ്രം കർണേഭി ശൃണുയാമ ദേവ. നന്മ നിറഞ്ഞത് കേൾക്കുക. ഭദ്രം പശ്യേമ അക്ഷഭിർയജത്രാഹ. നന്മ നിറഞ്ഞത് കാണാൻ ഇടവരുത്തുക. സ്ഥിരൈരംഗൈഹി തുഷ്ടുവാകം സസ്തനോഭിർവിഷേമ ദേവഹീതം യദായുഹു. വേദമന്ത്ര എന്ത് രസ! ശരിക്ക് ശരീരത്തിന് ആയുസ് കൽപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ശരീരം ദേവഹിതങ്ങളായ നന്മകൾ ചെയ്യുവാൻ ഇടവരുത്തേണമേ ജഗതീശ്വര. ഇതിനേക്കാളും വലിയൊരു പ്രാർത്ഥന എന്താ വേണ്ടത്? അതല്ലേ രാമൻ ജീവിച്ച് കാണിച്ചു തന്നത്? അതല്ലേ കൃഷ്ണൻ ജീവിപ്പിച്ച് കാണിച്ചു തന്നത്? അപ്പൊ ഭാഗവതത്തിൽ നിന്ന് മുകളിലേക്ക്, മഹാഭാരതത്തിൽ നിന്ന്, രാമായണത്തിൽ നിന്ന് വേദത്തിലേക്ക് എത്തുമ്പോൾ കൈകെട്ടി കേൾക്കേണ്ട വരികളുടെ ആന്തരാർത്ഥം, കഥകളില്ല, അനുഭവങ്ങളില്ല, പാപപുണ്യങ്ങളില്ല, സ്വർഗ നരകങ്ങളില്ല, ശരി തെറ്റുകളില്ല, ചെയ്യേണ്ടതിനെ കുറിച്ച് മാത്രം ഉപദേശിക്കുന്ന വേദത്തിലേക്ക് എത്താൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉറപ്പ് പറയുന്നു ഗോപാലകൃഷ്ണൻ, ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സാധിക്കും. നിങ്ങൾക്കത് സാധിക്കും. അത് തന്നെ ചെറിയ വാക്കുകളിലും കൂടി പറയാം. സംഘച്ചദ്വം. ഈ നൈമിഷാരണ്യത്തിൽ ഇത്രയും ഉജ്ജ്വലമായ ഈ ഹാള് സംഘച്ചദ്വം എന്ന വാക്കിലാണ് ഉണ്ടായത്.
എന്താ കാരണം? ഒരുമിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ 5000 പേർക്ക് ഗംഗാജലം കൊടുക്കാനുള്ള ഗംഗാജലവും അതിലെ മറ്റെല്ലാം കൂടി ചേർത്തൊരു 10,000 പേര് ഇതിനകത്ത് വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കോർഡിനേറ്റേഴ്സിന്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടുക. അപ്പൊ അതിന് ഉത്തരം എന്താ? സംഗച്ഛധ്വം. നമുക്കൊരുമിച്ച് മുമ്പോട്ട് പോകാം. സംവദധ്വം. ഉള്ളു തുറന്ന് സംസാരിക്കാം. സംഗച്ഛധ്വം സംവദധ്വം സംഭോ മനാംസി ജാനത. ഒരേ മനസ്സുള്ളവരായി തീരാം. ചിരിച്ചുകൊണ്ടാ പറയുന്നത്. നമുക്ക് ഒരുമിച്ച് ലെറ്റ് us march forward together. സംഗച്ഛധ്വം. Let us discuss the whole thing together with openness and transparency. 2 വാക്ക, MBAയുടെ 2 വാക്ക. എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. കഴിഞ്ഞ മാസം ഞാൻ MBA എടുത്തത്. അതിലൊരു സന്തോഷമുണ്ട് എനിക്ക്. അതുകൊണ്ട് ആ ഓപ്പൺനെസ് ആൻഡ് ട്രാൻസ്പാരൻസി. സംവദധ്വം സംഭോ മനാംസി ജാനത. ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ. ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ഈശ്വരീയമായ കർമ്മമാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സമർപ്പണ ഭാവത്തോടുകൂടി കർമ്മം ചെയ്യാൻ നമ്മുടെ വേദങ്ങൾ നമ്മളോട് പറയുന്നു. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര എന്ന് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലും പറയുന്നു. അപ്പോ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസതി. നമ്മൾ വീട്ടിൽ ജീവിക്കുമ്പോ, ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോ, സാമൂഹിക പ്രവർത്തനം ചെയ്യുമ്പോ, സോഷ്യൽ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുമ്പോ, മറ്റെല്ലാത്തിലും അതൊരു ഈശ്വരീയ കർമ്മമാണെന്ന് മനസ്സിൽ ധരിച്ച് ചെയ്തു നോക്കുക. അതിനകത്ത് വാശിയില്ല, പകയില്ല, സ്വാർത്ഥതയില്ല, വിദ്വേഷമില്ല, ഈഗോ ഇല്ല. വളരെ സിമ്പിളാ, വളരെ സിമ്പിളാ. അതിന്റെ അർത്ഥം ദേഷ്യപ്പെടരുതെന്നല്ല, അതിന്റെ അർത്ഥം വിമർശിക്കരുതെന്നല്ല, അതിന്റെ അർത്ഥം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കരുതെന്നല്ല. എന്ത് വിമർശിക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അൾട്ടിമേറ്റ് എയിം കൺസ്ട്രക്റ്റീവ് ആവണം, ഡിസ്ട്രക്റ്റീവ് അല്ല. ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസതേ സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസഹ ചിത്തമേഷ. ഇതിനേക്കാളും വലിയൊരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ലോകത്തിലുണ്ടോ? സമാനോ മന്ത്ര. ഒരേ രീതിയിലുള്ള മന്ത്രം നമുക്ക് ചൊല്ലാം, ഒരേ രീതിയിലുള്ള മന്ത്രം നമുക്ക് ചൊല്ലാം. സമാനോ മന്ത്ര സമിതി സമാനി. സമിതികളില് കമ്മിറ്റി മീറ്റിംഗ് കൂടുമ്പോ ഒരേ വേവ് ലെങ്തിൽ നമുക്ക് സംസാരിക്കാം. സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസഹ ചിത്തമേഷാം. നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകള്, നമ്മുടെ വീക്ഷണം ഒരേ വേവ് ലെങ്ത് ഉള്ളതായി തീർക്കട്ടെ. വേദങ്ങളിലേക്ക് ഉയരുമ്പോ എന്ത് രസാലേ ഇതൊക്കെ. ഇങ്ങനെ വെറുതെ വായിക്കുമ്പോ, കേൾക്കുമ്പോ, പഠിക്കുമ്പോ, അറിയുമ്പോ, ഉൾക്കൊള്ളുമ്പോ നമ്മളിങ്ങനെ ലൈറ്റായിട്ട് വരുന്ന എനിക്ക് തോന്നാറുള്ളത്. വളരെ ലൈറ്റായി വളരെ സിമ്പിളായിട്ട് പോകുമ്പോ എന്തൊരു അനുഭൂതിയാ കിട്ടുക. സമാനം മന്ത്രം അഭിമന്ത്രയേവ. ഞാൻ ചൊല്ലുന്ന മന്ത്രത്തിന് കോംപ്ലിമെന്ററി ആവട്ടെ നിന്റെ മന്ത്രം, ഞാൻ ചൊല്ലുന്ന മന്ത്രത്തിന് കോൺട്രഡിക്ടറി ആവാതിരിക്കട്ടെ നിന്റെ മന്ത്രം. സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസഹ ചിത്തമേഷാം. സമാനം മന്ത്രം അഭിമന്ത്രയേവ. എന്താ അഭിമന്ത്രം എന്ന് പറയുന്നത്? സിമ്പിൾ. ഞാൻ ഏകാചമേ എന്ന് പറഞ്ഞാൽ തിസ്രശ്ചമേ പഞ്ചജമേ സപ്തജമേ നവജമേ ഏകാദശജമേ ത്രയോദശജമേ പഞ്ചദശജമേ. ഞാൻ പറയുന്നതിന് കോംപ്ലിമെന്ററി ആയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് പറയാം. എന്ത് രസ. അപ്പൊ നമുക്ക് എന്ത് എനർജിയാ ഉണ്ടാവുക? ഹോൾ ഹാർട്ടഡ് ആയിട്ട് ഒരു വർക്ക് ചെയ്യാൻ 1 മണിക്കൂർ നേരത്തേക്ക് 17 കലോറി എനർജി വേണമെങ്കിൽ വിരസതയോടുകൂടി, എതിർപ്പോടുകൂടി, പുച്ഛത്തോടുകൂടി അതേ വർക്ക് ചെയ്യാൻ 100 കലോറി എനർജി വേണം. ഒന്നുകൂടി പറയാം. സമർപ്പണ ബോധത്തോടുകൂടി 1 മണിക്കൂർ പ്രവർത്തിക്കാൻ 17 കലോറി എനർജിയാ വേണ്ടതെന്ന് വിചാരിക്കാം. അതേ വർക്ക് വാശിയോടും പകയോടും വിദ്വേഷത്തോടു കൂടിയുമാണ് ചെയ്യുന്നതെങ്കിൽ അതേ വർക്ക് ചെയ്യാൻ 100 കലോറി എനർജിയാണ് വേണ്ടി വരിക.
5 ഇരട്ടി എനർജി വേസ്റ്റാ. അതുകൊണ്ട് ആ ദേഷ്യത്തിൽ ജോലി ചെയ്യുമ്പോ എക്സോസ്റ്റഡ് ആവുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, വേദമന്ത്രം പറയുന്നു, സമാനം മന്ത്രം അഭിമന്ത്രയേവ സമാനേനവോ ഹവിഷാജുഹോമി സമാനീവ ആകൂതി സമാന ഹൃദയാനിവഹ. നമ്മുടെ നിലനിൽപ്പും നമ്മുടെ ഹൃദയമിടിപ്പ് പോലും ഒരേപോലെയുള്ളതാവട്ടെ. നമ്മുടെ നിലനിൽപ്പും ഹൃദയമിടിപ്പ് പോലും ഒരേ നിലവാരത്തിലുള്ളതാവട്ടെ. സമാനീവ ആകൂതി സമാന ഹൃദയാനിവഹ സമാനമസ്തുവോ മനോ യഥാവ സുസഹാസതി. ഒരേ നന്മ നിറഞ്ഞ മനസ്സുകൊണ്ട് ഒരേ മനസ്സുള്ളവരായി തീർന്ന് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സുസഹാസതി, ചിരിച്ചുകൊണ്ട് ജീവിക്കാം. ചിരിക്കാൻ പഠിക്കണം. നിങ്ങള് ചിരിക്കാൻ പഠിക്കണം. എന്താ കാരണം? കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ. ഒരു പാട്ടുണ്ടല്ലോ, ഇല്ലേ? കാവ്യ പുസ്തകമല്ലോ ജീവിതം, അനഘ ഗ്രന്ഥമിതാരോ തന്നു, മനുഷ്യന്റെ മുന്നിൽ തുറന്നു വെച്ചു, ജീവന്റെ വിളക്കും കൊളുത്തിവെച്ചു, ആവോളം വായിച്ചു മതിമറക്കാൻ. എന്ത് രസായിട്ടുള്ളതാ! ആ പുസ്തകത്തില് ചിലർ കണക്കുകൾ കൂട്ടുന്നു, ചിലർ കിഴിക്കുന്നു. കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു. ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ അന്ധകാരം. അപ്പൊ ജഗദീശ്വരൻ തന്ന ഈ ശരീരം, ജഗദീശ്വരൻ തന്ന മനസ്സ്, ജഗദീശ്വരൻ തന്ന ഹിന്ദു ധർമ്മത്തിൽ ജനിക്കാനുള്ള ഭാഗ്യം, ഇതിനപ്പുറം എന്തു വേണം പ്രവർത്തിക്കാൻ? വേദം നമ്മളോട് പറയുന്നു, ഉണരൂ, പ്രവർത്തിക്കൂ. അതാണ് യഥാർത്ഥത്തില് കഥാരൂപത്തില് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. കഥയുടെ ലെവല് കഴിഞ്ഞവര് കഥയിൽ തന്നെ നിൽക്കരുത്. കഥയിൽ തന്നെ നിന്നാൽ എന്താ പറ്റുക? അവിടെ തന്നെ കറങ്ങാൻ നമ്മുടെ മനസ്സ് എലിവേറ്റ് ചെയ്യില്ല. മനസ്സ് എലിവേഷൻ ഭഗവത്ഗീതയില് 6-ാം അധ്യായത്തിൽ 5-ാമത്തെ വരി, അത് ഉദ്ധരിക്കാത്തവരാരും ഇല്ല എന്നാ എനിക്ക് തോന്നണേ. എല്ലാവർക്കും അറിയാവുന്നത്, ഉദ്ധരേത് ആത്മനാത്മാനം. എവിടെ നിന്ന് ഉദ്ധരിക്കണം? ഭാഗവതത്തിലെ കഥയിൽ നിന്ന്, മഹാഭാരതത്തിലെ കഥയിലേക്കും, അനുഭവങ്ങളിൽ നിന്ന്, രാമായണത്തിലെ അനുഭവങ്ങളിൽ നിന്ന് വേദത്തിലെ സന്ദേശങ്ങളിലേക്ക് ഉയരണം. ഒരു സ്റ്റെപ്പ് കൂടി പറയാം. അവിടെ വെച്ച് നിർത്തിയേക്കരുത്. അവിടെ വെച്ച് നിർത്താനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. വേദത്തിൽ, ഭാഗവതത്തിൽ നിന്ന് വേദത്തിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടി കടക്കണമെന്ന് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നാൻ കാരണം എന്താ അറിയോ? ഇത്ര നേരായിട്ട് ഒരാളും കൂട്ടുവായ വിട്ടിട്ടില്ല. ഇത്ര നേരായിട്ട് ഒരാളും വാച്ച് നോക്കിയിട്ടില്ല. എന്റെ തെറ്റാണോ നിങ്ങളുടെ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, വേദത്തിൽ നിന്ന് വേദാന്തമായ ഉപനിഷത്തിലേക്ക് കൂടി ഒന്നുയരണം. പരമമായ സത്യം, പരമമായ സത്യത്തില് ഓർമ്മിക്ക, സത്യം വദ. കേട്ടിട്ടുണ്ടോ? സത്യമേ പറയാവൂ. എന്ത് രണ്ട് വാക്കുകൾ കൊണ്ടാണ് ഒരു വലിയ ജീവിത സന്ദേശം. ആ സത്യം വദ എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഒന്ന് ജീവിതത്തിൽ പകർത്തിയിരുന്നെങ്കിൽ അവരുടെ ബന്ധുക്കളും കൂട്ടുകാരും അവര് റെക്കമെൻഡ് ചെയ്തവരും ഇന്ന് ജയിലിൽ കിടക്കുമായിരുന്നില്ല. സത്യം വദ ധർമ്മം ചര. ധാർമ്മികമായ പന്ഥാവിലൂടെ മുമ്പോട്ട് പോവുക. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദ. സത്യാൻ ന പ്രമദിതവ്യം, ധർമാൻ ന പ്രമദിതവ്യം, കുശലാൻ ന പ്രമദിതവ്യം, ഭൂത്യൈ ന പ്രമദിതവ്യം, ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ, രാഷ്ട്രദേവോ ഭവ. എന്ത് സിമ്പിളല്ലേ? വളരെ സിമ്പിളാ. അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. സത്യത്തിന്റെ മാർഗം ജീവിതത്തിൽ പിന്തുടരുക, ധർമ്മത്തിന്റെ മാർഗം ജീവിതത്തിൽ പിന്തുടരുക. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. സത്യാൻ ന പ്രമദിതവ്യം,
ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ധർമാൻ ന പ്രമതിതവ്യം. സുഖകരമായ ജീവിതം ആസ്വദിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത്. ഓർമ്മിക്ക, എന്താ പറഞ്ഞിരിക്കുന്നത്? സന്തോഷകരമായ ജീവിതം ആസ്വദിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത്. അർത്ഥം മനസ്സിലായി? സന്തോഷത്തോട് ജീവിക്കണം. കുശലാൻ ന പ്രമതിതവ്യം. ഭൂത്യൈ ന പ്രമതിതവ്യം. സോഷ്യൽ ബോണ്ടേജ് ബിൽഡപ്പ് ചെയ്യണം. എല്ലാവരുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കണം. ഭൂത്യൈ ന പ്രമതിതവ്യം. ദേവപിതൃകാര്യാഭ്യാം ന പ്രമതിതവ്യം. ഈശ്വരാരാധന മുടക്കരുത്. രാവിലെയും വൈകുന്നേരവും രാവിലെ 5:30 മണിക്ക് ഉണർന്ന് കിടക്കയിലിരുന്ന് പ്രാർത്ഥിച്ച്, ഭൂമി തൊട്ട് തലയിൽ വെച്ച്, രാവിലെ കുളിച്ച്, വിളക്ക് കത്തിച്ച്, മിനിമം 10 മിനിറ്റെങ്കിലും രാവിലെ പ്രാർത്ഥിക്കണം നിങ്ങളും മക്കളും. എന്നിട്ട് ഭക്ഷണം പാകം ചെയ്യുമ്പോഴും തുളസിക്ക് വെള്ളമൊഴിച്ചൊരു പ്രദക്ഷിണം വെച്ച് എന്നിട്ട് ഭക്ഷണം പാകം ചെയ്യണം. ഭക്ഷണം വീട്ടിലും ഇവിടെയും കഴിക്കുമ്പോ ഒരു 30 സെക്കൻഡെങ്കിലും പ്രാർത്ഥിക്കണം. വൈകുന്നേരം കുട്ടികളോടൊപ്പം അരമണിക്കൂറെങ്കിലും ചെലവഴിക്കണം. നമ്മുടെ മക്കളെ അഭിനന്ദിക്കണം, അനുമോദിക്കണം, ആശീർവദിക്കണം, ആശ്വസിപ്പിക്കണം. അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് ജീവിതാനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം, ജീവിത സത്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ മക്കളെ ഗുഡും ഗ്രേറ്റുമാക്കണം. ആ മക്കളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പറയണം, നിന്നെ പോലൊരു മകനെ, നിന്നെ പോലൊരു മകളെ കിട്ടിയത് അമ്മയുടെയും അച്ഛന്റെയും പുണ്യമാണെന്ന് ആ മക്കൾക്ക് തോന്നണം. ഇതുപോലൊരു അമ്മയുടെയും അച്ഛന്റെയും മകളായി ജനിച്ചത് ജീവിത പുണ്യം കൊണ്ടാണെന്ന് തോന്നണം മക്കൾക്ക്. ആ മക്കൾ ജീവിതാന്ത്യത്തില് അമ്മയ്ക്കും അച്ഛനും വേണ്ട സംരക്ഷണം കൊടുക്കും. ഏത് കൈപിടിച്ചാണോ മക്കളെ പിച്ച വെച്ച് നടത്തിച്ചത്, എവിടെ മക്കൾ വീഴുമ്പോഴാണോ വാരിയെടുത്ത് ഉമ്മ വെച്ച് കണ്ണുനീര് തുടച്ചത്, ആ കുട്ടിക്ക് വേണ്ടി 3 വയസ്സ് മുതൽക്ക് ചെറിയ കഥകള്, അനുഭവങ്ങള്, സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. 6 വയസ്സാവുമ്പോ അവര് ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുക. 9 വയസ്സാവുമ്പോൾ നമ്മൾ പറയുന്നത് ചിലത് അവരെടുക്കില്ല, നിരാകരിക്കും. സാരമില്ല, ഫ്രണ്ട്ലി അപ്രോച്ച് എടുക്കുക. 13 വയസ്സാവുമ്പോ മുമ്പിൽ കുത്തിയിരുത്തി സദ്ദാം ഹുസൈനും ബുഷും സംസാരിക്കുന്ന മാതിരി മക്കളോട് സംസാരിച്ചാൽ പോയി പണിയുണ്ടെങ്കിൽ നോക്കാൻ പറയും മക്കള്. നേരത്തെ കൊടുക്കേണ്ടവർ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർക്ക് കൊടുത്താൽ എടുക്കേണ്ടവരെടുക്കും. കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാറില്ല. അതുകൊണ്ട് എടുക്കേണ്ടവരെടുക്കാറില്ല. പിന്നെയാ നമ്മള് പ്രശ്നത്തിൽ കിടന്ന് കറങ്ങുമ്പോൾ പറയുന്നത്, എന്റെ മകള് പോയി ഗോപാലകൃഷ്ണൻ സാറേ, ഞാൻ എന്താ ചെയ്യ? ജന്മം നൽകി വളർത്തി വലുതാക്കിയ മകള് പോയി എങ്കില് ആരുത്തരവാദി? മകളല്ല, ശരീരം മാത്രം കൊടുത്തു അമ്മയും അച്ഛനും. എന്തുകൊണ്ട് നന്മ നിറഞ്ഞ ജീവിത സന്ദേശങ്ങൾ കൊടുത്തില്ല? ഹോർലിക്സ് കൊടുത്തു, ബൂസ്റ്റ് കൊടുത്തു, അതുപോലെ തന്നെ കൊടുക്കാനുള്ളതെല്ലാം ശരീരത്തിന്റെ വളർച്ചയ്ക്ക് കൊടുത്തു, മനസ്സിന്റെ വളർച്ചയ്ക്ക് ഒന്നും കൊടുത്തില്ല. ഭൂത്യൈ ന പ്രമതിതവ്യം. കുശലാൻ ന പ്രമതിതവ്യം. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം. മറക്കരുത്, സ്വാധ്യായ പ്രവചനാഭ്യാം. ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയ വരിയല്ല ഇത്, വേദത്തിലെ കഴിഞ്ഞ ഉപനിഷത്തിലെ വരി. നിരന്തരം പഠിക്കുക, അവിടെ വെച്ച് നിർത്തരുത്, പഠിപ്പിക്കുക. സ്വാധ്യായം സെൽഫ് ലേണിംഗ്, പ്രവചനം മറ്റുള്ളവരെ പഠിപ്പിക്കുക. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം. ദേവപിതൃകാര്യാഭ്യാം. ഈശ്വരാരാധന നടത്തണം. ഇന്നലെ മിനിഞ്ഞാന്ന് 3 ദിവസം രാവിലെ 6 തൊട്ട് രാത്രി 9:45 വരെ 3 ദിവസം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തില് എന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. രാവിലെ 6 തൊട്ട് വൈകുന്നേരം 9:45 വരെ. എത്ര കുട്ടികളായിരുന്നെന്നറിയാമോ? 1-2 അമ്മമാരോ കോട്ടുവായ വിട്ടു. ഈ കുട്ടികൾ കോട്ടുവായ വിട്ടിട്ടില്ല. അത്ര സ്ട്രോങ് ആയിട്ടാ 200 പേര് ഇരുന്നത്. ഇതെന്തിനാ ഇവിടെ പറഞ്ഞത്? മഹത്തായ ഒരു കർമ്മം ചെയ്തു എന്ന് പറയാനല്ല, മറിച്ച് കുട്ടികളുടെ വേവ് ലെങ്ത്തിൽ കൊടുക്കേണ്ടത് കൊടുത്താൽ അവരുടെ വേവ് ലെങ്ത്തിൽ അവരെടുക്കും. കേരളത്തിലെ കുട്ടികളെ ഗോപാലകൃഷ്ണൻ അറിയുന്നത് പോലെ മറ്റൊരുവൻ അറിയുമെന്ന് എനിക്ക് തോന്നണില്ല. 10,000 സ്കൂളുകളിൽ ക്ലാസ് എടുത്ത ആളാ ഞാൻ. 10,000 ക്രിസ്ത്യൻ, മുസ്ലിം,
ഹിന്ദു സ്കൂളുകളില് ലോവർ പ്രൈമറി മുതൽക്ക് മെഡിക്കൽ കോളേജ് വരെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സ്ഥിരം ക്ലാസ് ഉണ്ട്. അങ്ങനെ ക്ലാസ് എടുക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ പറയാം, കേരളത്തിലെ കുട്ടികളല്ല പ്രോബ്ലം, മാതാപിതാക്കളാണ്. കേരളത്തിലെ കുട്ടികളല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മാതാപിതാക്കൾ പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടുമിണ്ടാതിരിക്കുന്നു. ഗാന്ധാരി കണ്ണുകെട്ടി നടന്നതുപോലെ ശ്രീകൃഷ്ണൻ ഗാന്ധാരിയോട് ചോദിച്ചു, അമ്മയുടെ മക്കളുടെ മരണത്തിന് കാരണം ആരാന്നറിയോ? ഞാനല്ല. പാതിവൃത്യത്തിന്റെ പേരില് അമ്മ കണ്ണുകെട്ടി നടന്നു. ആര് പറഞ്ഞു അമ്മയോട് കണ്ണുകെട്ടി നടക്കാൻ? കണ്ണ് തുറന്ന് ഭർത്താവിനില്ലാത്ത കാഴ്ച, ആ കുറവ് പരിഹരിച്ച് അമ്മയ്ക്ക് കണ്ണു തുറന്ന് ജീവിക്കാമായിരുന്നില്ലേ? അമ്മയുടെ മക്കളുടെ സർവനാശത്തിന് കാരണം അമ്മ തന്നെയാണ് എന്ന് പറഞ്ഞ കൃഷ്ണന്റെ വരികള്, മഹാഭാരതത്തിലെ വരികള് ഇവിടെ പറയുന്നു. സ്വാധ്യായ പ്രവചനാഭ്യാം, ഗോപാലകൃഷ്ണൻ മുമ്പിലിരിക്കുന്നവരോട് തൊഴുകയോടെ പറയുന്നു, ഇന്നു മുതൽക്ക്, ഇഫ് നോട്ട് പോസിബിൾ നാളെ മുതൽക്ക് നമ്മുടെ മക്കൾക്ക് നന്മ നിറഞ്ഞത് കേൾപ്പിക്കുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ദേവാസുരം എന്ന സിനിമ കാണിക്കുക, രാവണപ്രഭു എന്ന സിനിമ കാണിക്കുക, മമ്മി ആൻഡ് മീ എന്ന സിനിമയുടെ അവസാന ഭാഗം കാണിക്കുക, ഭ്രമരം എന്ന സിനിമ കാണിക്കുക. നല്ലത് അസല് സിനിമകളുണ്ട്. ഇമ്മാനുവൽ നല്ലതാ. ഭാഗവത വേദിയിൽ ഇയാൾ സിനിമാ പേര് പറയുന്നത് എന്തിനാന്ന് ചോദിക്കും.